നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, തോറ്റുകൊടുക്കരുത്. ഒരു കാരണവശാലും തോറ്റുകൊടുക്കരുത്. നിങ്ങളെ ജയിപ്പിക്കാനുള്ള അനഘമന്ത്രം എന്റെ അരഞ്ഞാണ ചരടിലുണ്ട്. അല്ല, കയ്യിലുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് ഇവിടെ ഇങ്ങനെയൊരുത്തിന് അനധികൃതമായി താമസിക്കുന്നുള്ളവരെ അറിയിക്കണം. അതുകൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനമൊക്കെ ഉണ്ട്. അവര് വന്ന അടുത്ത നിമിഷം അവനെ പൊക്കി അകത്താക്കും. അതൊന്നും നടപ്പുള്ള കാര്യമില്ല. പണ്ടത്തെ പോലൊന്നും അല്ല. അവിഹിതമൊക്കെ ഇപ്പൊ ഇവിടെ നിയമാനുസൃതമാ. അവര് ലിവിങ് ടുഗദർ ആണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? തീർന്നില്ല. നിയമപരിരക്ഷ ഉറപ്പുള്ള ഒരു ഇന്ത്യൻ പൗരനും ഒരു ഇന്ത്യൻ പൗരയ്ക്ക് മാത്രമേ ആ ആനുകൂല്യം കിട്ടുകയുള്ളൂ. മനസ്സിലായില്ല. അതായത് രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന രണ്ടുപേർക്ക് മാത്രമേ ഈ പറഞ്ഞ ലിവിംഗ് ടുഗദർ നടത്തി ജീവിക്കാൻ അവകാശമുള്ളൂ. അതിന് ഇവിടെ ഇപ്പൊ ആരാ നിയമം തെറ്റിച്ചത്? അങ്ങനെ ചോദിക്കേ. മാണി പോലെ ഞാൻ ഉത്തരം പറയല്ലേ. അവൻ ആ കരീം ഭായ്. കരീം ഭായിയോ? അതെ. ആ ഞെട്ടിക്കുന്ന രഹസ്യം ഞാനിതാ നിങ്ങളോട് തുറന്നു പറയാൻ പോകുന്നു. അവൻ കാവേരിയുടെ പുതിയ ഭർത്താവ് നായരും പാണ്ഡ്യൊന്നും അല്ല. ബോംബെ അതോ ലോകത്തെ കിടുകിട വിറപ്പിച്ച പ്രൊഫഷണൽ കില്ലർ കരീം ഭായിയാണ്. ഇരുപത്തിയഞ്ച് കൊലപാതകങ്ങൾ, 50 ബലാത്സംഗങ്ങൾ, 65 വധശ്രമങ്ങൾ, പിന്നെ അടിയും പിടിയും വെട്ടും കുത്തും പിടിച്ചുപറിയും തട്ടിക്കൊണ്ടുപോലൊക്കെ ആയിട്ട് ഇന്ത്യ ഒട്ടാകെ ഒരു 115 കേസ് വേറെ. ഞെട്ടണ്ട. ഞാൻ പറഞ്ഞത് സത്യം, പച്ചയായ സത്യം. അവനെ ഇവിടെ വിളിച്ചോണ്ട് വന്നത് ഭർത്താവാൻ മാത്രമൊന്നുമല്ല, നമ്മളെ കൊല്ലിക്കാൻ കൂടെയാ. മുള്ളുകൊണ്ട് എടുക്കേണ്ടത് ഒടുക്കം തൂമ്പാവൻ എടുക്കേണ്ട ഗതികേടുണ്ടാവരുത്. സൂക്ഷിച്ച എല്ലാവർക്കും കൊള്ളാം. ആലോചിക്ക്, നന്നായിട്ട് ആലോചിക്ക്. ഇനി അവനെ ഇവിടെ വെച്ച് വാഴിക്കണോന്ന്. നീ എവിടെ നിന്നേ? നമസ്കാരം ഭായി. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലടാ തെമ്മാടിത്തരം കാണിക്കരുതെന്ന്. അയ്യോ, അതിന് ഞാനൊന്നും ചെയ്തില്ല ഭായി. ഒന്നും ചെയ്യാഞ്ഞിട്ടാണോടാ നീ ആ പെണ്ണുങ്ങളോട് എന്നെ പറ്റി അനാവശ്യം പറഞ്ഞത്? അത് അനാവശ്യമല്ലല്ലോ. ഭായിക്കൊരു വെയിറ്റ് കിട്ടിയെന്ന് വെച്ച് ഞാനൊന്ന് കേട്ടിക്കൊടുത്തതാ. നീ എന്നെ ഒരുപാട് അങ്ങ് വെയിറ്റിക്കല്ലടാ. ഭായിയുടെ തമാശ പോക്കൃത്തരം കാണിച്ചിട്ട് തൊലിക്കുന്നടാ കഴിവറി. ഭായ് കൊന്നോളെ നിന്നെ ഞാൻ. ഭായ് 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 അഭ്യാസം ഇറക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലടാ. അവര് പോലീസിനെ വിളിച്ചു വരുത്തിയ ആദ്യം അകത്ത് പോകുന്നത് ഞാനല്ല, നീയാ.
അച്ചമ്മ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഞാൻ അവരെ കൊന്നു എന്ന് പറയുന്ന കേസ് നിലവിലില്ല. പിന്നെ നീ പറഞ്ഞതുപോലെ 25 കൊലപാതകങ്ങൾ, 50 ബലാത്സംഗങ്ങൾ, 65 വധശ്രമങ്ങൾ, അടിയും പിടിയും വെട്ടും കുത്തും തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ ഇന്ത്യ ഒട്ടാകെ 115 കേസുകൾ. ഇതിനൊക്കെയുള്ള എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടോടാ? അരെ സാലെ കുത്തേ തുझे मार बलूंगा ओ ഈ ചമേലേ തൂ മേരെ നാൻ ആദ്യ ഭായി എന്തൊക്കെ പറയുന്നു? പന്ന നായിന്റെ മോനെ, ഒരുപാട് കളിച്ചാലേ കുത്തി കുടൽമാല ഞാൻ പുറത്തെടുക്കും, മനസ്സിലാടാ? ഓ മനസ്സിലായി. ബന്ദർ കി ബച്ച. എടി കമലാക്ഷി, എടി കമലാക്ഷിയെ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. കമലാക്ഷി, എന്താ കൊച്ചേട്ടാ ആളും പേരും ഒക്കെ ആയിട്ട്? അവളില്ലേ ആ കളക്ടർ, അവളെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ കൊച്ചേട്ടാ, എന്താ കാര്യം? കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവളോട് പറഞ്ഞോളാം. അവളെ ഇങ്ങോട്ട് വിളിക്കേ. അവളിവിടെ ഇല്ല. എവിടെ പോയി? എന്താ അമ്മാവ, എന്താ ഇതൊക്കെ? നീ ചുമ്മാ കണ്ടോണ്ട് നിന്നാ മതി. എന്താ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇന്ന് 2-1 തീരുമാനിക്കും. എന്താ ഇവിടെ? ഈ ചോദ്യം നിന്നോട് ചോദിക്കാനാ ഇവര് വന്നത്. നിനക്കെന്താ ഇവിടെ കാര്യമൊന്നും? അതിന് ഇവരൊക്കെ ആരാ? ഗോദാറ കോളനിയിലെ താമസക്കാരാ. ഇവർക്കെന്താ എന്റെ വീട്ടുമുറ്റത്തെ കാര്യം? നിന്റെ വീട്ടുമുറ്റോ? അതങ്ങ് തഞ്ചാവൂരല്ലേ? എത്രയും പെട്ടെന്ന് നിന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് പറയാനാ ഇവര് വന്നത്. കൊച്ചേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? നീ മിണ്ടിപ്പോകരുത്. നീ ഒറ്റ ഒരാളാ ഈ പ്രശ്നം ഇത്ര വഷളാക്കിയത്. നീ മര്യാദയ്ക്ക് പുറത്ത് പോകുന്നുണ്ടോ അതോ കഴുത്തിന് പിടിച്ച് പുറത്താക്കണോ? മിസ്റ്റർ, നിങ്ങൾ ആരോടാ സംസാരിക്കണമെന്നറിയാവോ? പോലീസുകാർ ഇതിൽ ഇടപെടണ്ട. ഗോദാറ കോളനിയിലുള്ളവരോട് ഒരു പോലീസുകാരനും മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ല. ഇവരൊക്കെ എന്താ മിണ്ടാതെ നിൽക്കുന്നതെന്ന് അറിയോ? സംസാരിച്ചല്ല ശീലം. അജിത്തെ വേണ്ട. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. സൗകര്യമില്ല. എന്താ പറഞ്ഞത്? സൗകര്യമില്ലെന്ന്. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. വേണ്ട. അയ്യോ മോളെ, ആർക്കാ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടത്? നീ എന്താ തോക്ക് കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാ? പേടിപ്പിക്കുമല്ല, വെടി വെച്ച് കൊല്ലാൻ പോവാ. അയ്യോ അതെ. വേണ്ട അതിരെ, വേണ്ട, വിട്ടേക്ക്. എന്റെ മോനെ ഒന്നേലൊന്ന് ചെയ്യ. സുനീഷേട്ട ഇതിൽ ഇടപെടണ്ട. ഞാൻ അവരെ കൊല്ലാൻ പോവാ. അയ്യോ അയ്യോ ഓടിക്കോടാ. അയ്യോ ശ്രീലതേ, ശ്രീലതേ മോളെ, ശ്രീലതേ കണ്ണൂർക്ക് മോനെ. ശ്രീലതേ എഴുന്നേക്ക് മോളെ, കണ്ണൂർക്ക്. ശ്രീലതേ മോനെ, അവള് കണ്ണൂർക്കുന്നില്ലടാ. ശ്രീലതേ, അയ്യോ ശ്രീലതേ. സുനീഷേ മോളെ, ശ്രീലതേ, ശ്രീലതേ. അയ്യോ ശ്രീലതേ, നീ മോളെ, മോളെ കണ്ണൂർക്ക്. ശ്രീലതേ, സുനീഷേ
ശ്രീലത കണ്ണൂർക്ക്, ശ്രീലത കണ്ണൂർക്ക്, ശ്രീലത ശ്രീലത കണ്ണൂർക്ക്. എനിക്ക് വയ്യ എന്റെ ദൈവമേ. ശ്രീലതേ, 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 ശ്രീലതേ കണ്ണൂർക്ക് മോളെ. എഴുന്നേക്ക്, പതുക്കെ എഴുന്നേക്ക് മോളെ. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല. ആശുപത്രി പോണോ? ഞാൻ പോയതാ. ഏ? ആദ്യത്തെ 4 മാസത്തേക്ക് ഇങ്ങനെയൊക്കെ കാണുമെന്നാ ഡോക്ടർ പറഞ്ഞത്. എങ്ങനെയൊക്കെ?